ആർത്തവ അവധി ഒരു സൗകര്യമല്ല, അത് സ്ത്രീയോട് കാണിക്കുന്ന അവളുടെ അന്തസ്സിനോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ്. ആർത്തവ അവധി കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരോട് ഒരു മറുചോദ്യം. ഓരോ മാസവും വരുന്ന കടുത്ത വയറുവേദനയും ശാരീരിക അസ്വസ്ഥതയും തലവേദനയും മറ്റും അനുഭവിക്കാതെ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? പല പെൺകുട്ടികളും ഈ ദിവസം ചിരിക്കുമ്പോഴും ഉള്ളിൽ വളരെയധികം വേദന സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ക്ലാസ്സിലിരിക്കുകയും പഠിക്കുകയും പരീക്ഷ എഴുതുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു വേദന അനുഭവിച്ചുകൊണ്ടാണ്. അതും പുറമേ പുഞ്ചിരിച്ചുകൊണ്ട്, ഒന്നും അറിയാത്ത പോലെ. കേരളത്തിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ചതോടുകൂടി വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ട്. വിമർശിക്കുന്നവരൊന്നും ഓർക്കണം, ഇത് പ്രത്യേകം പരിഗണനയോ കരുണയോ ഒന്നുമല്ല, ഇതവരുടെ അവകാശമാണ്. കാരണം ആർത്തവം ഒരു രോഗമല്ലെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കടുത്ത വേദനയും ശാരീരിക സമ്മർദ്ദവും അനുഭവിക്കുന്നുണ്ട്. അത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ന് ആർത്തവ അവധിയെ അനുകൂലിക്കുന്നത്. അതവരെ പരിഗണിച്ചുകൊണ്ടല്ല, അവരുടെ വേദനയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മുടെ അമ്മയ്ക്കും സഹോദരിക്കും ഭാര്യയ്ക്കും മകൾക്കും ഒക്കെയുള്ളത് ഇതേ വേദനയാണ്. അവരുടെ വേദനയെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ഒരു സമൂഹത്തിൻ്റെ പുരോഗതി അളക്കുന്നത് അവർക്ക് എത്രത്തോളം അവസരങ്ങൾ നൽകുന്നു എന്നതുകൊണ്ട് മാത്രമായില്ല, അവരെ എത്രത്തോളം പരിഗണിക്കുന്നു എന്നതിലും കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു ഇനിഷ്യേറ്റീവ് എടുത്തത്, അയാളൊരു അച്ഛനാണ്, അയാളൊരു ഭർത്താവാണ്, അയാൾ നല്ലൊരു മകനാണ്. രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ നല്ല കാര്യങ്ങൾ നാം അനുകൂലിക്കുക തന്നെ ചെയ്യണം. ഇത് എതിർക്കുന്നവർ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മളും ഈ അവസ്ഥയിൽ കടന്നു പോകുന്നവരാണ്, നമ്മുടെ മക്കളും ഈ അവസ്ഥയിലൂടെ പോയവരാണ്. ആർത്തവ അവധി ഒരു സൗകര്യമല്ല, അത് സ്ത്രീയോട് കാണിക്കുന്ന അവളുടെ അന്തസ്സിനോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ്.